ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് മംഗല്യം തന്തുനാനേനെ എന്ന സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനിയുടെ ക്രൂരതകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണല്ലോ. അപ്പോൾ ആ വസ്തു വിൽക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ദേഷ്യം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അടുത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ കാപ്പി ചോദിക്കുകയാണ്. സമയമായിപ്പോട്ടെ. ഓ, കാപ്പിയില്ലേ, അതൊക്കെ സമയമാകുമ്പോൾ ചോദിച്ചോളും, ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അടുക്കളേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശിവാനി അവിടെ നിൽക്കുന്നുണ്ട്. പാല് ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ ഇവിടെ നിൽക്കണ്ടായിരുന്നോ, നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചോട്ടാ. പാലാറ്റിയെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഭർത്താവിന് ഞാൻ പാല് കൊടുക്കാൻ പോവാ നോന്നോട്ടെ. എന്ത് എന്ന് ചോദിച്ചു, അത്ഭുതം പോലെ കേട്ടോ. അപ്പോൾ പറഞ്ഞു വിഷം കൊടുക്കാൻ പോവാന്ന് തോന്നുന്നു, കയ്യിൽ വിഷം ഉണ്ട് കേട്ടോ. നീ എന്തായി ചെയ്യാൻ പോണേന്ന് ചോദിച്ചു. പറയുന്നുണ്ട് വിഷം കൊടുക്കാൻ പോകാൻ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടടി ശിവാനി, നീ എന്തായി പറയണേ എന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ കുറേ എതിർക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, അവരെ നിങ്ങൾ എന്തെങ്കിലും ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടോ, എന്നെ എന്തെങ്കിലും മോളായിട്ട് കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്നും അവരുടെ പെങ്ങളും മക്കളുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്, അല്ലാണ്ട് നമ്മളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ നമ്മുടെ പേരിൽ എത്ര കാശ് അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്ന് ചോദിച്ചു. 5 വയസ്സില്ലടി എന്ന് പറഞ്ഞു. അറിയാലോ, അപ്പോൾ ഈ സ്ഥലം വിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് 5 ലക്ഷം രൂപ നമ്മുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ആൾ മരിച്ചാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ പേരിലേക്ക് ആ പ്രോപ്പർട്ടി സ്വയം വന്നു ചേരും. അപ്പോൾ പിന്നെ നമുക്കത് വിൽക്കാൻ ആരെയും പേടിക്കണ്ടല്ലോ, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല, ഞാൻ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ മരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം പ്രമാണം അത് കിട്ടിയിട്ട് വേണം അത് വിറ്റിട്ട് കാശാക്കിയിട്ട് ആ കാശ് കൊണ്ട് നിധിയെ അങ്ങോട്ട് ഒതുക്കിയിട്ട് വേണം എനിക്ക് പ്രണവൻ്റെ കൂടെ വീണ്ടും പോയി ജീവിക്കാൻ. എങ്ങനെയുണ്ട് ഐഡിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേണുവയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. വേണ്ടടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി അങ്ങോട്ട് മാറ്റിയിട്ട് അമ്മേനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പാലും കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആദ്യം അച്ഛനെ ഇങ്ങനെ കുടിക്കാനായിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എല്ലാ ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് തട്ടുന്നുണ്ട്. ശിവാനിൽ കൊടുക്കണേ, അറിയാലോ, വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ. അപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ കേൾക്കില്ലാലേ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ സഹിച്ചു. പിന്നെ എന്താ ചെയ്ത് വെച്ചാൽ ബലമായിട്ട് ഇങ്ങനെ കഴുത്ത് പിടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിക്കാൻ നോക്കണം. അച്ഛൻ മാക്സിമം ഒഴിവാക്കണുണ്ട്. ആദ്യമൊക്കെ സ്നേഹത്തിലെ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തേട്ടോ. പക്ഷേ അച്ഛൻ അറിയണതുകൊണ്ട് അച്ഛൻ കൂട്ടാക്കണിൽ എണിച്ചപ്പോൾ ദേഷ്യം വന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ നോക്കിയത്. അവസാനം അച്ഛൻ എങ്ങനെയൊക്കെയോ തട്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേണുക പിറകിൽ നിന്ന് വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ശിവാനിക്ക് തട്ടി കളഞ്ഞപ്പോൾ ശിവാനിക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ചു. അച്ഛൻ്റെ കഴുത്തിന് ഞെക്കി പിടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. കഴുത്ത് പിടിച്ച് ഗംഭീരം ഞെരിക്കലാണ് കേട്ടോ. നിങ്ങൾ ചത്ത മാത്രം എൻ്റെ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അമ്മ തടുക്കണമെന്നില്ല, വേണ്ടെന്ന് പറയണേ ഉള്ളൂ, തടുക്കണമെന്നില്ല. അപ്പോഴേക്കും അമ്മായി നമ്മുടെ നിധിയുടെ അമ്മ ഓടി വരുന്നുണ്ട്. അവർ പുറത്തു പോയ സമയത്തായിരുന്നു ഈ അംഗം. അപ്പോൾ ഓടി വരുന്നിട്ട് ശിവാനീനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ശിവാനി ബലം വിടുന്നില്ല. അങ്ങനെ പിടിച്ച് മാറ്റിയതിന് ശേഷം ശിവാനിക്ക് 2 കാരണത്ത് ഓരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ രേണുക മാറ്റാൻ നോക്കി, മോളെ അടിച്ചപ്പോൾ അവർ രേണുകയ്ക്കും പൊട്ടി. അപ്പോൾ എന്നെ അടിക്കാറായി എന്ന് ചോദിച്ചിട്ട് ശിവാനി കൈ പോക്കുന്നുണ്ടിട്ട് നീതിയുടെ അമ്മേനെ അടിക്കാനായിട്ട്. അപ്പോൾ കൈ പിടിച്ച് തിരിച്ചു അമ്മ. അതേപോലെ തന്നെ രണ്ടാളുടെയും നമ്മുടെ ശിവാനിയുടെ അമ്മയുടെ കേട്ടോ. എന്നിട്ട് 2 പേരും കുറേ ചീത്ത പറയുന്നുണ്ട്. ശിവാനിനെ കുറേ പറയുന്നുണ്ട് കേട്ടോ. സ്വന്തം അച്ഛനെയാണോടി ഇങ്ങനെ കൊല്ലാൻ നോക്കണം, എന്നാടി നീയൊക്കെ നന്നാവുക എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചന്ദ്രികയല്ലേ, ചന്ദ്രിക അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ നിങ്ങൾ, വേണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കുമ്പോൾ 2 കൂടിയിട്ട് അതിൽ കിടക്കുകയാണോ? ഞാൻ ഏട്ടനെ വിചാരിച്ചിട്ടാണ് ഇത്ര ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വന്തം ഏട്ടത്തിയല്ലേ, ഏട്ടൻ്റെ മോളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ശിവാനി നമ്മുടെ നിധിയുടെ അമ്മ. അവസാനം ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോയി, ഞാൻ കാണിച്ചു തരാൻ രണ്ടിനെയും, എന്നിട്ട് ഞാൻ നിധിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അവളിപ്പോൾ എന്നെ അങ്ങോട്ട് ഇതാക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവാനി. കാണിച്ചു തരാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണുവയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടെ പോയിട്ട് എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് 2 കൂടി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. പക്ഷേ അമ്മ അത് നിധിയെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിഖിൽ വിളിക്കുന്നുണ്ട് നിധിനെ. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയാമെന്ന് വെച്ചിട്ട് കാര്യങ്ങൾ ഫുൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ശരി നീ ഫോൺ വെച്ചോ, ഞാൻ വേണ്ടത് ചെയ്തോളാം പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിക്കും അമ്മയ്ക്കും ആണെങ്കിലോ ഇത് ഒട്ടും ഇഷ്ടമായില്ല. അമ്മായിനെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നിട്ട് പറയണ്ടേ, എന്താ ഇന്നലെ വരെ നമ്മളെ ഇതാക്കി ഇരുന്നിരുന്ന ആൾക്കാരെ ഇപ്പോൾ അടിക്കാൻ തുടങ്ങി, നാണല്ലോ അവരെ നിന്ന് അടി മേടിച്ചിട്ട് വന്ന് നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് കുറച്ച് പോലീസുകാരികൾ കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കേണ്ടത്, ആരാ ശിവാനി രേണുവിനും ചോദിക്കേണ്ടത് കേട്ടോ. ശിവാനി ആരാന്ന് ചോദിക്കുമ്പോൾ പറയും, അത് ഞങ്ങളാ എന്ന് പറഞ്ഞിട്ട്. എന്താ മേഡം ചോദിക്കേണ്ടത്. അപ്പോൾ പറയും, പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടോ. എന്താ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാലേ വരില്ലോ പറയും. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയാം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, കാര്യം അറിഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ പോലീസുകാരെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നിധിയുടെ അമ്മയും നിഖിലും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്താ കാര്യം വേണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല, പോലീസ് അങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ ഓഫീസിലേക്ക്.
അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവർ വന്നിട്ട് പറയും എന്താ കാര്യം എന്നുള്ളതെന്ന് പറയും കേട്ടോ. അപ്പോൾ നിഖിൽ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അമ്മ തടുക്കാൻ പോണ്ട, അവർ ചെയ്ത തെറ്റിനുള്ളതൊക്കെ അവരെന്നെ അനുഭവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളൂ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ശിവാനിയുടെ അമ്മ ശിവാനിൻ്റെ അടുത്ത് വന്നിട്ട് രഹസ്യത്തിൽ പറയുന്നുണ്ട്, എടി നീ വക്കീലിന് ഫോൺ ചെയ്യുമെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് കാശുണ്ടോ വക്കീലിന് ഫീസ് കൊടുക്കാനായിട്ട്? അയ്യോ അല്ലടി, വക്കീലിന് ഫോൺ ചെയ്യണതായിട്ട് നീ ഞങ്ങൾ തടിക്കേ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ നമ്മളെ വിട്ട് പൊക്കോളും എന്ന് പറയുന്നുണ്ട്. നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഫോൺ എടുക്കണം കേട്ടോ. എന്നിട്ട് ഫോൺ ചെയ്യാൻ നോക്കുമ്പം അതിലത്തെ മാഡം കോൺസ്റ്റബിളിനെ വിളിക്കുന്നത്, കോൺസ്റ്റബിൾ എന്ന് പറയും, അതായത് ഫോൺ മേടിച്ച് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫോൺ കോൺസ്റ്റബിളിൻ്റെ ഫോൺ മേടിക്കൂട്ടാ, എന്നിട്ട് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ നിഖിലിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മായി മറ്റേ ശിവാനിയുടെ അമ്മാവൻ്റെ കണ്ണ് തുറച്ച് നോക്കണ്ടിട്ടാ. അങ്ങനെ രണ്ടുപേരെയും ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ACPയുടെ ഓഫീസിലെത്തിയിട്ടോ. ACPയുടെ ഓഫീസിലെത്തിയപ്പോൾ ശിവാനിക്ക് കീഴിൽ പോയി. ശിവാനി അയ്യോ ഇത് ACPൻ്റെ ഓഫീസല്ലേ, ഇത് ഗൗതമിൻ്റെ ഫ്രണ്ടാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് അറിയാണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ സാർ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ തെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങളെ വിളിക്കാതെ പിന്നെ കുജിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സാർ എന്ന് പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാണ്ടാണോ നിങ്ങളുടെ പേരിൽ കംപ്ലയിൻറ്റ് ഇവിടെ കിട്ടിയത് എന്ന് വെച്ചിട്ട് കംപ്ലയിൻറ്റ് ഉയർത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കംപ്ലയിൻറ്റോ ആടി എന്നും പറഞ്ഞിട്ട് നിധി വന്നിട്ട് നിധിയുടെ വക ബാക്കിയടി. അപ്പോൾ 2-3 അടി അടിക്കുമ്പോഴേക്കും അവിടുത്തെ മേഡം വന്നിട്ട് തടുത്തു കേട്ടോ. മേഡം വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അവന് വിഷം കൊടുക്കാൻ നോക്കിയില്ലടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ ഞാൻ വിഷമല്ല തേന കൊടുക്കാൻ നോക്കിയെന്ന് പറയണ്ടേ. പിന്നെ തേൻ കൊടുക്കുന്ന ഒരാളെ കണ്ടാലും മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ശിവാനിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞത് ഇവളാണ് എന്ന് പറയുമ്പോൾ ശിവാനി കണ്ണൂർട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ രേണുവൊന്നും വിടണില്ലേ പേടിച്ചിട്ട്. അപ്പോൾ ACP പറയുന്നത് നിൻ്റെ മറ്റേ ഗർഭവേഷം പൊളിഞ്ഞപ്പോൾ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട അതായിരുന്നു, പക്ഷെ അന്നും നിധി പറഞ്ഞതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. ഇന്നിപ്പോൾ നിധിക്കായിട്ടാണ് ഞാൻ കേസൊന്നും എടുക്കാതെ വെറുതെ വിടുന്നത്. പക്ഷെ ഒരു കാര്യം, ഇനി നിൻ്റെ അച്ഛനൊന്ന് എന്തെങ്കിലും ഒരു കാര്യം അച്ഛന് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെന്തായാലും ഞാൻ പിടിച്ച് ലോക്കപ്പിലിടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേണുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ സൂക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു ആപത്തും വരാതെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. അയാൾക്കൊരു ജലദോഷം പോലും ഒന്നും വരരുത്, അത്രയും കെയർഫുള്ളായിട്ടിരിക്കണം നിങ്ങൾ, അത്രയും നന്നായി അദ്ദേഹത്തെ നോക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ പിടിച്ച് അപ്പം ഞാൻ പൊക്കി ലോക്കപ്പിലിടും എന്ന് പറയുന്നുണ്ട് കേട്ടോ ACP. അപ്പോൾ രേണു ശരി സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിധി ACPയുടെ അടുത്ത് ഇങ്ങനെ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് എത്തിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായി നിധീനെ ഇതാക്കാൻ പോയിട്ട് സ്വന്തം അച്ഛനെയും കൊല്ലാൻ നോക്കുമ്പോൾ ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, ഇപ്പോൾ എന്തായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജലദോഷം ഒന്നും വരാൻ പറ്റാത്ത അവസ്ഥയെ, എന്ത് വന്നാലും നമുക്കാണ് ഇനി പൊല്ലാപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാമൊന്നും മിണ്ടാതിരുന്നേ, നമ്മുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശിവാനി അപ്പോഴും നന്നായിട്ടൊന്നുമില്ല, അമ്മ വീട്ടിലേക്ക് പോക്കോ ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട്. നീ എവിടേക്ക് പോവാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞോളാം അമ്മ പൊക്കോ. ആ നിധി ഉണ്ടല്ലോ എന്നെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇപ്പോൾ അവൾ എന്നെ ക്രിമിനൽ ലിസ്റ്റിൽ കയറ്റാൻ നോക്കി, അവളെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല, ഞാൻ പുറത്ത് പോയിട്ടൊന്ന് വരാം എന്നും പറഞ്ഞിട്ട് ശിവാനി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നോക്കി നിൽക്കുന്നുണ്ട്, ഇനി എന്ത് പോലെ പൊപ്പിക്കാനാണോ പോയി എന്ന് വിചാരിച്ചിട്ട് രേണുക അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും നന്നാവാത്ത ശിവാനി വീണ്ടും ക്രൂരതകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണേ. പക്ഷേ ഇതിപ്പോൾ ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടുവന്ന് പറഞ്ഞ പോലെ പച്ചനെ ഒന്നുകൂടി കെയർ ചെയ്യേണ്ട അവസ്ഥയിലെത്തിയിട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ ബൈ.